ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു സന്തോഷവാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കറിയാം ഇതൊരു ചെറിയൊരു സംഖ്യയാണെന്നുള്ളത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും പോലും ഞാൻ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല സത്യത്തിൽ. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി ഞാൻ പറയും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമുക്ക് 2 ട്രെൻഡിങ് ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒന്ന് സ്വീറ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയാണ്. ആദ്യം നമ്മൾ പാലെടുത്തിട്ടുണ്ട്, അത് ഒന്ന് പകുതിയായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റും ഒരു പാക്കറ്റ് ഹോർലിക്സും ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ പൊറോട്ട ദമ്മിടുന്ന പോലെ ആദ്യം ഒരു പൊറോട്ട വെച്ചു, അതിൻ്റെ മുകളിൽ ഹോർലിക്സും ബൂസ്റ്റും മിക്സ് ചെയ്തു. എന്നിട്ട് ഈ പാലൊഴിച്ചു കൊടുത്തു. പിന്നെയും ഒരു പൊറോട്ട വെച്ചു, ബൂസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്തു, പാലൊഴിച്ചു. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് കഴിച്ചു നോക്കുക. അടിപൊളി സാധനമാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാനും കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഞാൻ പിന്നെ എക്സ്ട്രാ മധുരം ഇട്ട കാരണം കൊണ്ട് അതിൽ ഓവർ മധുരം പോലെ എനിക്ക് തോന്നി. അപ്പോൾ മധുരം പാലിൽ ആദ്യം തിളപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ബൂസ്റ്റിലും ഹോർലിക്സിലും ഓൾറെഡി മധുരമുണ്ട്. ഇനി സെക്കൻഡ് ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഉണ്ടാക്കാൻ വൈകിപ്പോയി, എന്നാൽ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ലേശം ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ഗ്യാസ് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഫിഷ്, ഞാൻ ചാളയാണ് എടുത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫിഷിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഈ മസാലകളുടെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. ഏത് തരം ഫിഷിലും നമുക്ക് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മീനൊക്കെ പരത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. അപ്പോൾ ചുവന്നുള്ളിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ സവാളയാണെന്നുണ്ടെങ്കിൽ അത് നല്ലോണം കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, എനിക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും മണവും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ്. അത് ഞാൻ ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മുടെ മീൻ ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ കേട്ടോ. കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് മറിച്ചിട്ടു. അസാധ്യം മണമായിരുന്നു മക്കളെ. ഇത് ആവുമ്പോൾ എൻ്റെ വായിൽ ഇപ്പോഴും വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഞാനത് മറച്ചിട്ടു കേട്ടോ. പിന്നെ ഇത് തിന്നണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.